ഹലോ, നമുക്ക് ഇന്നൊരു ചാമ്പയ്ക്ക അച്ചാർ ട്രൈ ചെയ്താലോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ ചാമ്പയ്ക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് ഇംഗ്ലീഷിൽ റോസ് ആപ്പിൾ എന്നാണ് പറയണത്. സോ ഇത് ഈ പ്രാവശ്യം കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വരാൻ നേരത്ത് അമ്മമ്മ കൊടുത്തുവിട്ടാണ് കേട്ടോ. എനിക്ക് ചാമ്പയ്ക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും ഇത് വിടാറില്ല. പറിക്കുകയും കഴിക്കുക, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഞാൻ വീട്ടിലോട്ടും കൊണ്ടുവരും, കാരണം അച്ചാർ ഇട്ട് വയ്ക്കാമല്ലോ. ഫസ്റ്റ് ഇനി ഈ ചാമ്പയ്ക്ക നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം, നല്ല രീതിയിൽ കഴുകിയെടുക്കണം. കാരണം അതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത പോലെ കുഞ്ഞി കുഞ്ഞി പൊടികളൊക്കെ ഉണ്ടാവും. സോ നല്ല രീതിക്ക് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെക്കുക. ഫസ്റ്റ് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് വെക്കുക. അയേണിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. സോ ചീനച്ചട്ടി എടുക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകും ഇത്തിരി ഉലുവയും കൂടി ഇടുക. അതൊന്ന് പൊട്ടി വരാൻ നേരത്ത് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അധികം നേരം വെക്കരുത്, കരിഞ്ഞു പോവും. വെളിച്ചെണ്ണയിലോട്ടാണല്ലോ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. സോ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് ചാമ്പയ്ക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലോട്ട് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് വിനാഗിരി, ഒരു അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്ത് ഒഴിക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അതിലോട്ട് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെച്ച് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ റെഡി. നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും.